ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിന് അറിയുന്ന ഭാഷ എന്ന് പറയുന്നത് ഇമോഷൻസാണ്. നമ്മൾ ഏത് ഇമോഷൻസിലാണോ ഇരിക്കുന്നത് ആ ഇമോഷൻസ് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന നമ്മുടെ ബോധതലത്തിനെ അളക്കുന്ന ഒരു മാപ്പിൽ ഒരുപാട് 17ഓളം ഇമോഷൻസുകളുണ്ട്. അതിൽ താഴെ നിൽക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻസിൽ കിടക്കുന്ന 7-8 നെഗറ്റീവ് ഇമോഷൻസുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, സങ്കടം, പേടി, ഗിൽട്ട്, ഷെയിം, ഇതൊക്കെ നെഗറ്റീവ് ഇമോഷൻസാണ്. അതേസമയം പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താ? സ്നേഹം, സമാധാനം, അതുപോലെ ജോയ്, ഇതൊക്കെയാണ് പോസിറ്റീവ് ഇമോഷൻസ്. നിത്യജീവിതത്തിൽ നമ്മൾക്ക് ഈ നെഗറ്റീവ് ഇമോഷൻസുകളിൽ നമ്മൾ ഇരിക്കാറുണ്ട്. ഈ നെഗറ്റീവ് ഇമോഷൻസിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയാമോ? ആ ഇമോഷൻസിൽ നമ്മളിപ്പോൾ ദേഷ്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ദേഷ്യം വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളെ നമ്മൾ വലിച്ചടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നെഗറ്റീവ് ഇമോഷൻസിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ നെഗറ്റീവ് ഇമോഷൻസ് നിന്ന് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്? അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് സ്റ്റോപ്പ് ടെക്നിക്ക്. സ്റ്റോപ്പ് ടെക്നിക്കിൽ എസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ആ ഇമോഷൻസ് നമുക്ക് വരുമ്പോൾ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അതാണ് എസ്. ടി എന്ന് പറയുന്നത് ടേക്ക് എ ലോങ് ബ്രീത്ത്. അതിനുശേഷം 3-4 പ്രാവശ്യം നല്ല പോലെ ബ്രീത്ത് എടുക്കുകയും വിടുകയും ചെയ്യാം. ലോങ് ബ്രീത്ത്. ഏത് ഇമോഷൻസ്, നമുക്കിപ്പോൾ ഏത് നെഗറ്റീവ് ഇമോഷൻസ് ആയിക്കോട്ടെ അതിനെ കൺവേർട്ട് ചെയ്യാനാണ്. ലോങ് ബ്രീത്ത് എടുക്കുക, വിടുക ചെയ്യുക 3-4 പ്രാവശ്യം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒ. സ്റ്റോപ്പിൽ ഒ, STO. ഒ എന്ന് പറയുന്നത് ഒബ്സർവ് ദ പീപ്പിൾ അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആളുകൾ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് കാണുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് പ്രൊസീഡ് വിത്ത് ലവ്. നമ്മളെ ഒന്ന് സ്നേഹിക്കുക. സെൽഫ് ലവ് ആണ് നാലാമത്തത് കൊണ്ടുവരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 21 പ്രാവശ്യമോ 11 പ്രാവശ്യമോ ഐ ലവ് മൈസെൽഫ് എന്ന് ചാൻഡ് ചെയ്യുക. ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്. പെട്ടെന്ന് ഈ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു പ്രാക്ടീസ് നമ്മളെ വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ സ്റ്റോപ്പ് ടെക്നിക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ്. ഇപ്പോൾ ഏത് നെഗറ്റീവ് ഇമോഷൻസ് ആണോ അതിനെ സ്റ്റോപ്പ് ചെയ്യുക. ടി എന്ന് പറയുന്നത് എന്താണ്? ടേക്ക് എ ലോങ് ബ്രീത്ത്. ലോങ് ബ്രീത്ത് ഒരു 3-4 പ്രാവശ്യം ഇടുക. അതിനുശേഷം ഒബ്സർവ് ദ പീപ്പിൾ അറൗണ്ട് യു. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക. അവരെന്താണ് ചെയ്യുന്നത്, ചുറ്റുമുള്ള എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക. പി എന്ന് പറയുന്നത് പ്രൊസീഡ് വിത്ത് ലവ്. അവിടെ ഒരു സെൽഫ് ലവ് കൊടുക്കുക. അതിനുവേണ്ടി 21 പ്രാവശ്യം ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ് എന്ന് വളരെ പവർഫുള്ളായിട്ട് പറയാം. ഇതൊരു പവർഫുൾ ടെക്നിക്കാണ്. നെഗറ്റീവ് ഇമോഷൻസ് നിന്ന് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.